വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. നമ്മളിന്നിപ്പോൾ ആക്ച്വലി വർക്കിലേക്ക് നിന്ന് തിരിച്ചു പോവാണ്. സോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു തോട്ടിലാണ്. ദിസ് ഈസ് മൈ ന്യൂ ബൈക്ക്, ട്രയംഫ് സ്ക്രാംബ്ലർ 400X. സോ ഞാൻ എന്തുകൊണ്ടാണ് ഈ ബൈക്ക് ചൂസ് ചെയ്തത് എന്നുള്ളൊരു മെയിൻ കണ്ടൻറ്റാണ് ഇതിലുള്ളത്. സോ എനിക്ക് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ജാവ 42 ആയിരുന്നു, 2020 മോഡൽ, ഡ്യുവൽ ABS മോഡലായിരുന്നു. ഞാനത് അറൗണ്ട് 5 ഇയേഴ്സോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല 30,000 കിലോമീറ്റേഴ്സോളം ഞാൻ അത് ഓടിച്ചിട്ടുണ്ട്. ഞാനെല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു ആ വണ്ടി. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു വണ്ടി തന്നെയായിരുന്നു. എനിക്ക് വലിയ പണികളൊന്നും തന്നില്ല. സോ ഈ വീഡിയോയിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഓവറോൾ ബൈക്കിൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം. പിന്നെ വണ്ടിയുടെ ഓണർഷിപ്പ് ഉള്ള ഒരു റിവ്യൂ പോലെ, ഒരു കൊച്ചു റിവ്യൂ പോലുള്ളൊരിത്. എനിക്കധികം റിവ്യൂ ഒന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ജാവ 42 ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു ബാച്ചായിരുന്നു. 2020 മോഡൽ, ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വന്നിരിക്കുന്ന ഒരു ബാച്ചായിരുന്നു. ലൈക്ക് റസ്റ്റിംഗ് ഇഷ്യൂസ്, പിന്നെ അതിൻ്റെ ബാറ്ററി ഇഷ്യൂസ് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും സ്റ്റോളിങ് ഇഷ്യൂസ് എന്നൊക്കെ ഒരുപാട് യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ച് ഡൗൺ സൈഡ് ആയിരുന്നു, പെയിൻറ്റ് ക്വാളിറ്റി കുറച്ച് ഡൗൺ സൈഡാണ്. സോ ഓവറോൾ അത്യാവശ്യം ആ ജാവയുടെ പേര് തന്നെ കളഞ്ഞു കുടിച്ചൊരു ഇയർ ആയിരുന്നു 2020, 2021 ഒക്കെ. ലേറ്റർ ഓൺ ആ വണ്ടികളെല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് അതർ റിവ്യൂവേഴ്സ്, ഓവറോൾ ആ വണ്ടിയുടെ ക്വാളിറ്റീസ് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ മെയിനായിട്ട് എനിക്ക് വന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് കൂടെ എനിക്ക് ഓയിൽ ലീക്സ് വരുന്നുണ്ടായിരുന്നു. അതും വിത്തിൻ ഒരു 2,000-3,000 കിലോമീറ്റേഴ്സ് തന്നെ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിലായിരുന്നു എനിക്ക് വണ്ടി കിട്ടിയത്, 2020. സോ നിങ്ങൾക്കറിയാലോ ഫെബ്രുവരിക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന്. കോവിഡ് ഹിറ്റ്, എല്ലാവിടെയും ലോക്ക്ഡൗൺ ആയിരുന്നു. മൊത്തത്തിൽ റെസ്ട്രിക്ഷൻസ്, ഓൾമോസ്റ്റ് ഒരു 2 to 3 months വണ്ടി പുറത്തിറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫസ്റ്റ് സർവീസ് എങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. കാരണം ഞാൻ എടുത്തത് കോയമ്പത്തൂരിൽ നിന്നായിരുന്നു, പാലക്കാട് അടുത്തായതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ എടുത്തു. പാലക്കാട് നിന്ന് ഷോറൂമും ഉണ്ടായിരുന്നില്ല. സർവീസിൽ ഓക്കെ ആയിരുന്നു, അവർ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് ഒരു 2 to 3 months ഉള്ളിൽ തന്നെ എൻ്റെ ഹെഡ് കാസ്കറ്റ് ലീക്ക് ആവാൻ തുടങ്ങി. സോ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു എനിക്ക്. കാരണം പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹെഡ് കാസ്കറ്റ് ലീക്കേജ് എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് പുതിയ ഗ്യാസ്കറ്റ് വരാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ച് കാലം വെയിറ്റ് ചെയ്തു. 2-3 പ്രാവശ്യം ഒരേ ഇഷ്യൂസിന് വേണ്ടി ഒരു ഗ്യാസ്കറ്റിന് വേണ്ടി എനിക്ക് സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അത് റീഒക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ്കറ്റ് ഒരു വശം ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ലീക്കേജ് വരുന്നുണ്ടായിരുന്നു, വീണ്ടും ചേഞ്ച് ചെയ്തു. അങ്ങനെ 2-3 വട്ടത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്യാസ്കറ്റ്. അത് എനിക്കത്രയ്ക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ സെയിം ഇഷ്യൂ ആയിരുന്നു അതിൻ്റെ ലാംഡ സെൻസർ വെച്ചിട്ട്. വണ്ടി വാങ്ങിച്ച ഓൾമോസ്റ്റ് 2 to 3 months, രണ്ടും സെയിം ടൈമിലായിരുന്നു വന്നത്. അതൊരും പ്രശ്നമായിരുന്നു. ലാംഡ സെൻസറും മര്യാദയ്ക്ക് വർക്കാവാതെ എനിക്ക് എൻജിൻ വാർണിംഗ് സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. സിമിലർ ഗ്യാസ്കറ്റ് പോലെ തന്നെ എനിക്കൊരു 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതും ഓരോ തവണ അതിൻ്റെ സ്റ്റോക്ക് വന്നോ ഇല്ലയോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം പോയി ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. സോ അതൊരു ഭയങ്കര ഒരു ഡിസാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിതിൽ. പിന്നെ എനിക്ക് വന്ന വേറെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ റസ്റ്റിംഗ് ഇഷ്യൂസ് ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ റസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം എൻ്റെ കയ്യിൽ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയായിരുന്നു അതിലെന്തായാലും റസ്റ്റ് വരുമെന്ന്. കാരണം ഹോൾ മെറ്റൽ ബോഡി ആയിരുന്നു അതിൻ്റെ. സോ എനിക്ക് വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ റസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. സോ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് വണ്ടി വാങ്ങിച്ചത്. പക്ഷേ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ സൈലൻസറിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് റസ്റ്റ് തുടങ്ങി. പിന്നെ അത് ഭയങ്കരമായിട്ട് കൂടി 2 സൈലൻസറിലും വന്നു. ചില സമയങ്ങളിൽ നമുക്ക് വണ്ടി ഫുൾ ടൈം തുടച്ച് വൃത്തിയാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. എനിക്കങ്ങനെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 20-30 ഡേയ്സോളം എനിക്ക് വണ്ടി തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റർ ഓൺ ഞാനത് സർവീസ് സെൻ്ററിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. കമ്പനിയിൽ ഞാനത് മെയിൽ അയച്ചു. അപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ അവരെനിക്ക് കോൾ വന്നു. അവർ പറഞ്ഞു സർവീസ് സെൻ്ററായിട്ട് കണക്ട് ചെയ്യാൻ. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരുകാർ എന്നെ വിളിച്ചിട്ട് എനിക്ക് മറ്റേ ഒരു ഹാഫ് പ്രൈസിനാണ് എനിക്ക് എൻ്റെ സൈലൻസർ എണ്ണം മാറ്റി തന്നത്. പിന്നെ എനിക്ക് വന്നത് ബാറ്ററിയുടെ കംപ്ലയിൻറ്റുകളായിരുന്നു. പക്ഷേ എനിക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരാൻ കാരണം തന്നെ ഒന്ന്, അത് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാറ്ററി
ഡെഡായത്. ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഇതിൽ ബാറ്ററി സിഗ്നൽ വന്നു തുടങ്ങും. അപ്പം തന്നെ നമുക്ക് മനസ്സിലായിക്കോളാം വണ്ടി ബാറ്ററി മാറ്റാനുള്ള സമയമായിരുന്നു. ആ സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം. വല്ലവിടെയും പോയി പെടാതിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഞ്ചിക്കോട് എത്തിയ സമയത്ത് ബാറ്ററി ഡൗൺ ആയി. ബാറ്ററി ചേഞ്ച് ചെയ്തു. ബാറ്ററി ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ലോക്കൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, മെക്കാനിക്കാണ് ചേഞ്ച് തന്നത്. എനിക്ക് അവരിട്ട് തന്നത് SF സോണിക്കിൻ്റെ ഒരു ബാറ്ററി ആയിരുന്നു. ബാറ്ററി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഡൗൺ ആയി. പിന്നെ അപ്പോൾ ഞാനവർ നമ്മുടെ പാലക്കാട് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആംറോൺ ഇടാൻ. പക്ഷേ അതിന് വണ്ടി ഓൾറെഡി ഞാൻ മാറ്റിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആംറോൺ ഇട്ടില്ല. പിന്നെ ഞാൻ അതെടുത്തിട്ട് ബാംഗ്ലൂർ പോയി കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ ബാറ്ററി വീണ്ടും ഡൗൺ ആയി. അവിടെ സർവീസ് സെൻറ്ററുകാർ എനിക്ക് കിട്ടുന്നത് എക്സൈഡ് ബാറ്ററി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബാറ്ററിയുടെ ഇഷ്യൂ തന്നെയാണോ അതോ സ്റ്റാർട്ടർ കോയിലിൻ്റെ ഇഷ്യൂ തന്നെ ആയിരുന്നു എന്ന്. കാരണം ഞാൻ ലാസ്റ്റ് മറ്റേ മെക്കാനിക്കലിൻ്റെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാർ ഇതിൽ ചാർജും കയറുന്നില്ല, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ ബാറ്ററി കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് സ്റ്റാർട്ടർ മോട്ടറിൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാകും, ഞങ്ങൾ മാറ്റിത്തരാം. ഇതെല്ലാം മാറ്റി തരുന്നത് അണ്ടർ വാറണ്ടിയിലാണ് കേട്ടോ. ഇപ്പോൾ ഗ്യാസ്കറ്റ്, ലാംഡ സെൻസർ എല്ലാം മാറ്റി തരുന്നത് അണ്ടർ വാറണ്ടിയിലാണ്. അതെല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു മാറ്റി തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ മാറ്റി തന്നു അത് ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ ബാംഗ്ലൂരിൽ 2 സർവീസ് സെൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം സഫീന എന്ന് പറഞ്ഞിട്ട് അത് MG റോഡിൻ്റെ അടുത്തും, പിന്നെ ഒരു ലെജൻഡറി എന്ന് പറഞ്ഞിട്ടൊരു ഇതും, അത് നമ്മുടെ BTM ലേഔട്ടിൻ്റെ അടുത്ത് വരും. ലെജൻഡറിയിൽ നിന്നും എനിക്ക് സഫീനയിൽ നിന്നും അത്രയ്ക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സർവീസ് അല്ല കിട്ടിയത്. സഫീനയുടെ തന്നെ ഈ ബാറ്ററിയുടെ ഇഷ്യൂവിൽ പോയപ്പോൾ അവർ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ബാക്ക് സൈഡാണ്. എന്നിട്ട് ലേറ്റർ ഓൺ എക്സൈഡ് വീണ്ടും ഡൗൺ ആയി. എനിക്ക് ആമറോൺ തന്നെ ഇടേണ്ടി വന്നു. അപ്പോൾ എനിക്ക് 2 ബാറ്ററി ആക്ച്വലി മാറ്റേണ്ടി വന്നു. ഒന്നാമത്തത് കോസ്റ്റ് വൈസ് ഒരു ബാറ്ററിക്ക് തന്നെ 2-12,000 രൂപയുടെ വിലയോളം. സോ കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ തന്നെയായിരുന്നു. 14,000 രൂപ പോയി. പിന്നെ ലേറ്റർ ഞാൻ ആ ബാറ്ററി സെക്കൻഡ്സിന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഇഷ്യൂസ് എല്ലാം ഞാൻ റിസോൾവ് ചെയ്തു. സോ 3-4 ഇഷ്യൂസ് അങ്ങനെ തന്നെ വന്നു. പിന്നെ എനിക്ക് ഓവറോൾ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. എനിക്ക് പാലക്കാട് നിന്ന് ആക്ച്വലി നല്ല സർവീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ചെയ്തപ്പോഴും അവർ മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, ലാംഡോ സെൻസർ വന്നോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഗ്യാസ്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടെന്നോ അതൊന്നും കൃത്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു വട്ടം ഇതിൻ്റെ ചെയിൻ ടെൻഷനറിൻ്റെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ബാംഗ്ലൂരിൽ തന്നെ ഒരു പ്രത്യേക ഒരു നോയ്സ് വരുന്നുണ്ടായിരുന്നു എഞ്ചിനിൽ നിന്ന്. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ പാലക്കാട് ഗ്രൂപ്പ് തന്നെ ഉണ്ട് ജാവയുടെ. സോ അവരുടെ ഇട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും കൊണ്ടുവന്ന് കാണിക്കൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് കാണിച്ചു. അധികം വണ്ടി ഓടിച്ചില്ല. അവർ അവിടെയും എനിക്ക് അണ്ടർ വാറണ്ടി തന്നെ എല്ലാ ഇഷ്യൂസും ക്ലിയർ ചെയ്ത് തന്നു. ആക്ച്വലി എനിക്ക് പാലക്കാട് നിന്ന് മാത്രമേ വേണമെങ്കിൽ പറയാനുള്ളൂ നല്ലൊരു സർവീസ് കിട്ടിയിട്ടുള്ളൂ. സോ ബാക്കിയെല്ലാം പിന്നെ നോർമൽ മെയിൻ്റനൻസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നതാണ്. ചെയിൻ എനിക്ക് അത്യാവശ്യം 18,000 കിലോമീറ്റർ കിട്ടി. ടയേഴ്സ് 15K കിലോമീറ്റേഴ്സ് എനിക്ക് ഓടി. ഞാൻ അതിന് ശേഷം അപ്പോളോ ടയർ ഇട്ടു. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ എന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല പവറായിരുന്നു. ഇപ്പോൾ ഓവർടേക്സിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ ഇതും എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. സിമിലർ ക്യാരക്ടറാണ് ആ വണ്ടിയായിട്ട്. പക്ഷെ ആ വണ്ടിയുടെ ഉള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗിയറിംഗ് ആണ്. ഗിയറിംഗ് അത്യാവശ്യം കൺഫ്യൂസിങ് ആണ് ആ വണ്ടിയുടെ. അതുകൊണ്ട് ഇപ്പോൾ നോർമലി ഒരാൾ എനിക്കിപ്പോൾ ഒരു എൻഫീൽഡ് ക്ലാസിക് പോലെയുള്ള വണ്ടിയോ അല്ലെങ്കിൽ ബുള്ളറ്റ് എടുക്കണം എന്നുള്ള ഒരു തോട്ടിൽ പോകുന്ന ഒരാൾ ഓക്കെ ഞാനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ഓപ്ഷൻസ് ഹോണ്ടയുടെ 350 ആണ്. ഞാൻ വാങ്ങുന്ന സമയത്ത് 350 ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ഹോണ്ടയുടെ 350 ഉണ്ടായിരുന്നു, പിന്നെ ജാവ 42 ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലേറ്റർ മോഡൽസ് എല്ലാം വന്നത്. ഇവരിപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ജാവ പോയി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പോയിട്ട് ഷോറൂം പോയിട്ട് ഈ വണ്ടി എടുത്ത് ഫസ്റ്റ് ഗിയർ ഇടും, സെക്കൻഡ് ഗിയർ ഇടും, തേർഡ് ഗിയർ ഇടും. ഇതിനൊക്കെ ഒരു RPM കയറ്റി പിടിച്ചാലേ നമുക്ക് ആ ഓരോ ഗിയറിങ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി നോക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമ്മൾ ഒരു ചെറിയൊരു ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ നോർമലി എൻഫീൽഡ് ഉപയോഗിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടോർക്കി മെഷീനാണ്, വലിച്ചെടുത്തിട്ട് ഗിയർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നൈസായിട്ട് മെല്ലെ ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ച് RPM കയറണം എന്നാലേ നെക്സ്റ്റ് ഗിയർ ഇടാൻ പറ്റുള്ളൂ. സോ ആൾക്കാർക്ക് അവിടെ തന്നെ ഒരു ബാഡ് ഇംപ്രഷൻ പോലെയാണ് ആൾക്കാർക്ക് തോന്നുക. ഗിയർ ചേഞ്ചിങ് ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ട്രാഫിക് പെട്ട് കിടക്കുന്ന ഗിയർ ചേഞ്ച് ചെയ്ത് മടുക്കും, നമ്മുടെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങും. പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് ഫുഡ് പാക്കിൽ റീച്ച് ചെയ്യുന്ന പൊസിഷൻ അത്യാവശ്യം ഒരു ക്രാംഡ് അപ്പ് ഫീലിംഗ് ആണ് നമുക്ക് പലപ്പോഴും തരാറ്.
എനിക്ക് അത്യാവശ്യം 5'10" ഹൈറ്റ് ഉണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ലായിരുന്നു. ബട്ട് ഞാൻ അന്ന് എടുക്കുന്ന സമയത്ത് എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആയിരുന്നില്ല. സോ അതൊരു പ്രശ്നമാണ്. നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് ഒരു വേദനയൊക്കെ ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി അത്യാവശ്യം സ്പോർട്ടി പൊസിഷനായിരുന്നു. ഫ്രണ്ടിൽ കുറച്ചും കൂടി ലീൻ ചെയ്തിട്ട് ഓടിക്കുന്നതായിരുന്നു. സ്റ്റോക്ക് അതിൻ്റെ ഹാൻഡിൽ ബാർ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയുടെ തന്നെ പെറാക് മോഡലിൻ്റെ ഹാൻഡിൽ ബാർ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് പൊസിഷനും കിട്ടി. സോ അതായിരുന്നു പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. 80 ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെറുതായിട്ടുള്ളൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതും അത്രയ്ക്കൊരു ബിഗ്ഗർ വൈബ്രേഷൻ എന്ന് പറയാനില്ല. ഈവൻ ഈ വണ്ടിക്കും ആ ഒരു ടൈപ്പ് വൈബ്രേഷൻ ഉണ്ട്. 300cc മാർക്കിൽ വരുന്ന വണ്ടികൾക്ക് ആ ഒരു ചെറിയ വൈബ്രേഷൻ വരുന്നത് ഓക്കെയാണ്. അത് ആക്ച്വലി ഒരു പാസ്റ്റ് 90 ആ വൈബ്രേഷൻ പോവുകയും ചെയ്യും. അത് എവിടെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ചെറുതായിട്ട് ഹാൻഡിൽ ബാറിൽ ചെറുതായിട്ടൊരു ബസ് ഫീൽ ചെയ്യും. മിറർ അത്യാവശ്യം കാണാൻ പറ്റും, വിസിബിളായിട്ട് കാണാൻ പറ്റും. പിന്നെ ആഫ്റ്റർ 90 ഇതൊക്കെ പോവും, ഡിസപ്പിയർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ കാണുന്നത് ആഫ്റ്റർ 110 ഒരു വീണ്ടും വൈബ്രേഷൻ വരും. അത് കുറച്ചും കൂടി ഒരു സിവിയർ ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് പിന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 90, ആഫ്റ്റർ 90 to 100 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂസിങ്ങിൽ എടുക്കാം. ബിലോ 80 ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വണ്ടി വാട്ടർ സ്മൂത്താണ്, ഒരു ഇഷ്യൂ ഇല്ല. സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാം അണ്ടർ 80 km/h. എന്തോ ഇതൊക്കെ തന്നെയാണ് മേജർ ഇഷ്യൂ. ഇതൊക്കെ ക്വാളിറ്റി ഇഷ്യൂസാണ്. അത് മാനുഫാക്ചർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ഇത് ചെയ്യേണ്ടത്. അവർ ആക്ച്വലി അത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവർ ഇപ്പോഴത്തെ ലേറ്റർ മോഡൽസിൽ ഇപ്പം ജാവ 40 തന്നെ FJ എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു. ഫിറ്റ് ആൻഡ് ഫിനിഷ് തന്നെ അത്യാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ആസ് ആൻ ഓണർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. കാരണം ഞാൻ അത് ഓടിക്കാത്ത സ്ഥലങ്ങളില്ല. ഈ വണ്ടി എടുത്തിട്ട് സൗത്ത് ഇന്ത്യ കുറേയൊക്കെ സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്തു. നോർത്തിലും ഞാൻ പോയി, ലഡാക്ക് പോയി വന്നു. സോ ഓവറോൾ ഐ എം സാറ്റിസ്ഫൈഡ്. ബട്ട് ദർ ആർ നമുക്ക് തോന്നും ഒരു വണ്ടി മാറ്റേണ്ട സമയമായി എന്നുള്ളൊരു തോന്നൽ വരും നമുക്കെപ്പോഴും. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അതൊരു കുറച്ചൊരു സൈക്കോളജിക്കൽ കൈൻഡ് ഓഫ് തിങ് ആണ്. ബേസിക്കലി അതായത് നമ്മളൊരു വണ്ടി എപ്പോഴും യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ആ വണ്ടി എക്സൈറ്റിംഗ് അല്ല, അതൊരു പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയപ്പോൾ പറയുക, നമുക്കെപ്പോഴും ഒരു ഹയർ സ്പീഡ്സിൽ കയറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വണ്ടി ലോവർ സ്പീഡ്സിൽ അത്രയ്ക്ക് നന്നായിട്ട് വണ്ടി പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിലും നമ്മൾ എപ്പോഴും ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരും. സോ ഒന്നില്ലെങ്കിൽ മെല്ലെ പതിയെ പോകുന്ന വണ്ടികൾ, അതായത് സേ ഫോർ എക്സാമ്പിൾ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 അല്ലെങ്കിൽ അതൊക്കെ ഹൈ സ്പീഡ് എടുക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷേ അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് വരുന്നത് ഒരു ബിലോ 70 അല്ലെങ്കിൽ ബിലോ 60 ആണ്. അതിൽ സുഖമായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മെല്ലെ ഇങ്ങനെ പോവാം. പക്ഷേ ആ ടൈപ്പ് വണ്ടികൾ ഇപ്പോഴും അതിന് ഫാൻ ബേസ് വരുന്നതിൻ്റെ കാരണം തന്നെയാണ് അതിൻ്റെ ഹെവി ടോർക്ക് നേച്ചർ ആ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു കംഫർട്ട് ലെവലിലേക്ക് അത് മൂവ് ചെയ്യും. ഇപ്പം അതല്ലാതെ പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സ്പീഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബൈക്സ് അതെപ്പോഴും നമ്മളങ്ങ് എക്സൈറ്റ് ചെയ്യിക്കും. കാരണം ആ വണ്ടി എപ്പോൾ കൈ കൊടുത്താലും കയറും, നമ്മളെ ഒരിക്കലും നിരാശരാക്കില്ല. ഒരു അഡ്രിനാലിൻ നമുക്ക് തരുന്നൊരു ഐറ്റമാണ് ഈ സൂപ്പർ ബൈക്സ്. സോ ഇത് ആക്ച്വലി നമ്മുടെ ഓണർഷിപ്പിലും ഇത് ബാധിക്കും. ആക്ച്വലി ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ സൂപ്പർ ബൈക്സിന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്, കാരണം അതിൻ്റെ സർവീസും പാർട്സ് അവൈലബിലിറ്റി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ഇഫ് യു ക്യാൻ ഏബിൾ ടു മെയിൻറ്റെയിൻ എ സൂപ്പർ ബൈക്ക്, ഏതെങ്കിലും ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ആ വണ്ടി. ഇതല്ലാതെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കാറ്റഗറിയിലുള്ള വണ്ടികളുള്ളത്. സോ അതിലൊന്നാണ് ഈ ജാവ 42 എന്ന് ഞാൻ കരുതുന്നു. നമ്മളെ ഓവർ എക്സൈറ്റിങ്ങും ചെയ്യിക്കുന്നില്ല, നമ്മളെ കൂടുതൽ റിലാക്സും ചെയ്യിക്കുന്നില്ല. സോ നമുക്ക് എപ്പോഴും ഒരു വാണ്ടിങ് മോർ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരാറുണ്ട്. സോ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യണം വണ്ടി മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ഞാൻ സ്ട്രൈറ്റ് അവേ ഒരു ജോണർ ഷിഫ്റ്റ് തന്നെ ഞാൻ നടത്തി. കാരണം അതൊരു ക്രൂസർ മോഡലാണ്. എനിക്ക് വേണ്ട ഒരു ADV ടൈപ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്നാം ടൈപ്പ്
ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നത്. സോ ഞാനത് മാർക്കറ്റിലുള്ള മോഡൽസ് എല്ലാം ഞാൻ തപ്പി തുടങ്ങി. സോ ഞാൻ തപ്പി തുടങ്ങിയ സമയത്ത് തന്നെ ലോഞ്ചിങ് ചെയ്ത 2 വണ്ടികളാണ്. ഒന്ന് നമ്മുടെ ഹിമാലയൻ 450യും പിന്നെ ഈ ട്രയംഫിൻ്റെ സ്പീഡ് 400ഉം ഇറങ്ങി. അതിന് ശേഷമാണ് സ്ക്രാംബ്ലർ ഇറങ്ങിയത്. സോ ഞാൻ അന്ന് തന്നെ ടെസ്റ്റ് റൈഡ് നടത്തിയില്ല. ആക്ച്വലി ഐ വാസ് മോർ ഇൻക്ലൈൻ ടു KTM 390 അഡ്വഞ്ചർ. സോ എനിക്കത് വാങ്ങണം എന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ചെറിയൊരു ആഗ്രഹം. സോ ബിക്കോസ് അത് KTM ഈസ് ഓൾവേസ് KTM. അതിൻ്റെ ഒരു പമ്പ് തരുന്ന ഒരു സാധനം, അഡ്രിനാലിൻ പമ്പ് തരുന്ന ഒരു സാധനം അത് വേറെ തന്നെയാണ്. പിന്നെ ഈവൻ ദോ ഇതിൻ്റെ സർവീസൊന്നും അത്രയ്ക്ക് പേര് കേട്ടതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. പിന്നെ വണ്ടി റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി മാർക്കറ്റിൽ കുറേ കാലം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു റിലയബിലിറ്റി ഫാക്ടർ കൂടുതലാണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റിലയബിലിറ്റി കംസ് വിത്ത് എ കോസ്റ്റ്. എപ്പോഴും റിലയബിൾ ആവുന്ന വണ്ടികൾ എപ്പോഴും കുറച്ചും കൂടി ഒരു കോസ്റ്റ് തരുന്ന മെഷീൻസ് ആയിരിക്കും മിക്കവാറും. റിലയബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ വണ്ടി എൻജിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഒരുപാട് കാലം നിൽക്കും. 390 എന്തോ ഒരു എൻജിൻ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഒരു 50K കിലോമീറ്റേഴ്സ് നമുക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് എൻജിൻ ഓപ്പൺ ചെയ്യേണ്ടി വരും. വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ നെക്സ്റ്റ് 2 ബൈക്സ് എന്ന് പറയുന്നത് ഈ സ്ക്രാംബ്ലറും ഹിമാലയനാണ്. ഞാൻ ഹിമാലയൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു പവർ നേച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഒരു പവർ ആൻഡ് പുൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നെക്സ്റ്റ് അതിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ലുക്സാണ്. അത് ഭയങ്കര ഒരു ബൾക്കി ലുക്കാണ് ആ വണ്ടി. എവിടെ പോയാലും നല്ലൊരു പ്രസൻസ് ഉണ്ട് ആ വണ്ടിക്ക്. ഹിമാലയൻ എൻഫീൽഡിൻ്റെ ആയതുകൊണ്ട് ഇപ്പോൾ എൻജിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് വന്നാലും നമുക്കൊരു ഒരുപാട് സർവീസ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി കൂടുതലാണ്. ഈവൻ ലഡാക്കിൽ പോയാലും അവിടെ മുക്കിലും മൂലയിലും വരെ അതിൻ്റെ ഒരു സർവീസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എനിക്ക് ഹിമാലയൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. 2 ഫാക്ടേഴ്സ്. അതിൻ്റെ പിന്നെ സസ്പെൻഷൻ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും ഹൈവേ ടൂറിങ്സ് ആയിരിക്കും എൻ്റെ മെയിൻ ഇത്. ഹൈവേ ടൂറിങ് ചെയ്യാൻ പറ്റിയൊരു മെഷീനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹിമാലയൻ. അതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിൽ ശരി, അതിൻ്റെ പവറാണെങ്കിൽ ശരി, അത്യാവശ്യം നല്ല തന്നെയാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയാണ് ബേസിക്കലി. അത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും, നിങ്ങൾ എത്ര PR ഇട്ട് അത് മറച്ചു വെച്ചാലും എൻഡ് ഓഫ് ദ ഡേ ഒരു ഓണറിന് അത് ഇഷ്യൂ വരുന്ന സമയത്ത് അത് ഇഷ്യൂ തന്നെയാണ്. കാരണം എനിക്ക് സിമിലർ ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയാണ് ജാവയിലും ഫേസ് ചെയ്തത്. സോ വൈ ഷുഡ് ഐ കൺസിഡർ സിമിലർ കൈൻഡ് ഓഫ് ഒരു മെഷീനോ അല്ലെങ്കിൽ സിമിലർ ക്വാളിറ്റി പ്രോഡക്റ്റ് തരുന്ന വേറൊരു കമ്പനി ചൂസ് ചെയ്യേണ്ട എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ഗുഡ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. അത് തന്നെയാണ് KTMനെ അട്രാക്ട് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ട്രയംഫ് സ്പീഡ് 400 ലോഞ്ച് ചെയ്തത്. ഞാനപ്പോൾ എനിക്ക് ഈ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നത്, ബാംഗ്ലൂരിൽ. കിവിരാജ് ഷോറൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ ഞാൻ ചുമ്മാ പോയിട്ട് അവിടെ പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചു. ഒരു ടെസ്റ്റ് ഡ്രൈവ് തന്നു. ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് കണക്റ്റ് ആയിട്ട് തോന്നി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാവയും ഈ വണ്ടിയെല്ലാം അത്യാവശ്യം ഒരു സിമിലർ ടൈപ്പ് ഓഫ് പവർ കൊടുക്കുന്നതാണ്. അതായത് മിഡ് RPMs ഭയങ്കര ഹൈ ആയിരിക്കും, അതിൻ്റെ നല്ല സ്മൂത്തർ ആയിരിക്കും. അതുപോലെ തന്നെ ലോവർ RPMs അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത്. എനിക്കെപ്പോഴും മിഡ് RPMസിൽ പെർഫോം ചെയ്യുന്ന വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് ഞാൻ ബജാജും ട്രയംഫും ആയിട്ട് ഒരു കൊളാബറേഷനിൽ ഒരു വണ്ടി ഇറങ്ങുന്നുള്ള ന്യൂസ് ഞാൻ അന്ന് തന്നെ ഇത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ടെസ്റ്റ് ബൈക്സ് എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ ക്യാമഫ്ലോഷ് ചെയ്തിട്ട് വണ്ടി പല സ്ഥലത്തും ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് എൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട സ്ക്രാംബ്ലറിന്റെ ഡിസൈനാണ്. സോ ഐ വാസ് ആക്ച്വലി ഓക്കെ, ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടല്ലേ സ്ക്രാംബ്ലർ, നമുക്കത് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ സ്ക്രാംബ്ലർ ഇറങ്ങാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. എനിക്ക് അപ്പോഴും ഇതിന്റെ പല കാര്യങ്ങളിലും എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഇതിന്റെ സർവീസ് എങ്ങനെ ഉണ്ടാവും, ഇതിന്റെ ഷോറൂം അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ പാർട്സ് അവൈലബിലിറ്റി, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ആയിട്ട് വെച്ചൊരു മോഡലായിരുന്നു ഇത്. ഇതല്ലാതെ വേറെയും കുറെ മോഡലുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ സുസുക്കിയുടെ V-From 250, ഒരു ഹയർ പ്രൈസ് കാറ്റഗറി
ഇയറിൽ വരികയാണെന്നുണ്ടെങ്കിൽ MT-03 ഒരു വേഴ്സിസ് സെക്കൻഡ്സ്, അല്ലെങ്കിൽ ഹോണ്ടയുടെ CB500X അല്ലെങ്കിൽ NX. ഇപ്പോഴാണ് NX 500X ഇറങ്ങിയത്. നേരത്തെ മോഡൽ CB500X ആയിരുന്നു. ഈ മോഡൽസ് എല്ലാം കൺസിഡർ ചെയ്തു. ഇതിലൊരു മോഡലും എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ഇതിലേക്ക് വയബിളായി വന്നില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വേഴ്സിസ് എടുക്കണം. പക്ഷെ അത് ഒരു ഹൈവേ ടൂറിങ്ങിന് മാത്രമായിട്ടുള്ള മെഷീനാണ്. അത് ഓഫ് റോഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ എടുക്കാനേ പറ്റും. സോ എനിക്ക് ആക്ച്വലി വേണ്ടത് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഓഫ് റോഡിങ് ആൻഡ് ഹൈവേ യൂസേജ്. ഞാനത് ലഡാക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ മെന്റാലിറ്റി അങ്ങനെ തന്നെ ചേഞ്ച് ആയിപ്പോയി. ഫസ്റ്റ് ടൈം ഞാൻ ലഡാക്കിൽ ഓടിച്ചത് ഒരു ഹിമാലയൻ ആയിരുന്നു. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാരണം നമ്മുടെ പോക്കറ്റും കൂടി നോക്കണമല്ലോ. വണ്ടി വാങ്ങുന്ന കാര്യങ്ങളിൽ തലവേദനകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് വണ്ടി വാങ്ങുന്നത്. ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത മോഡൽ തന്നെയാണ് സ്ക്രാമ്പിൾ. എനിക്ക് ഇത് ഓടിച്ചപ്പോൾ ഞാനിത് വണ്ടി കൈയെടുത്തെടുത്തപ്പോൾ എൻ്റെ ചെറിയൊരു വീലി അടിച്ചു. അതിൽ തന്നെ ഞാൻ ഫ്ലാറ്റായി. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഭയങ്കര ഇൻസ്റ്റന്റേനിയസ് ആണ്. പിന്നെ വണ്ടി ഭയങ്കര ട്രാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു 5th ഗിയർ വേണമെങ്കിൽ 20 കിലോമീറ്റേഴ്സിൽ പോവാം. സോ അത്രയും ഗിയർ ചേഞ്ചിന്റെ ആവശ്യമില്ല ഈ വണ്ടിക്ക്. ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോവാം. ഒന്നാമത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കുറച്ച് റിലാക്സ്ഡ് ആണ്. ജാവയെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മച്ച് ബെറ്റർ. ഇതിൻ്റെ സീറ്റ്സും ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ജാവയുടെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സീറ്റ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമായിരുന്നു. ലഡാക്ക് പോയപ്പോൾ എന്നെ സേവ് ചെയ്തത് ഫിഗോ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ കുഷൻഡ് ആയിട്ടുള്ള ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടാണ് അത് ഓടിച്ചത്. അതുകൊണ്ട് മാത്രമേ എനിക്ക് കൂടുതൽ ബാക്ക് പെയിനോ കാര്യങ്ങളോ വരാതിരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഉള്ളൊരു ആവശ്യങ്ങളൊന്നും ഇല്ല. എനിക്ക് കൂടുതൽ ക്രാംഡ് അപ്പ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ല. അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. എനിക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ ഓവറോൾ ലുക്സ്, ഈവൻ ദോ ഇറ്റ്സ് സബ്ജക്റ്റീവ്, എനിക്ക് ഈ വണ്ടിയുടെ ലുക്സ് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഇത് റോഡ് പ്രസൻസ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊരു ഡെസേർട്ട് ലെഡിൻ്റെയും അങ്ങനത്തെ ഉള്ള ഒരു മോഡലുകൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെറ്റൽസ് എനിക്ക് വണ്ടിയിൽ കയറ്റിയിടുന്നത് കുറച്ചൊരു വിയർഡായിട്ട് തോന്നാറുണ്ട്. സോ ഞാൻ ഈ വണ്ടിയിൽ തന്നെ ഇതിൻ്റെ ഒരു ക്രാഷ് ഗാർഡും എൻജിൻ ഗാർഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അധികം പ്രൊട്യൂട്ട് ചെയ്യാത്തൊരു രീതിയിലാണ് വെച്ചത്. സോ ഇതാണ് എൻ്റെ ഒരു എസ്തെറ്റിക്കലി എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ KTM അഡ്വഞ്ചർ 390 ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ഹിമാലയനിൽ ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ ഇതിൻ്റെയും ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഓവറോൾ നോക്കിയപ്പോൾ പേഴ്സണലി ഒരു ചായ്വ് തോന്നിയത് ഈ മോഡൽ തന്നെയാണ്. ബട്ട് ഐ വാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അപ്പോഴാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഒരു ബജാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ തന്നെയാണ്. ആക്ച്വലി ട്രയംഫിന് വേണ്ടി ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. സോ ഇവരുടെ പല കാര്യങ്ങളും ഷെയർഡാണ്. KTM വെച്ചിട്ടും നമ്മുടെ ബജാജ് കുറേ കാര്യങ്ങൾ ഷെയർഡാണ്. ഈവൻ ഇതൊരു 400cc പുതിയൊരു എഞ്ചിനാണ് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും KTM 390 എഞ്ചിൻസിനാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഡിറൈവ് ചെയ്യുന്നേ പറയുള്ളൂ. പക്ഷെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഈ എഞ്ചിനുമായിട്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് വരുന്നത് ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ്. സാധാരണ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സോ അവിടെ തന്നെ ഒരു വലിയൊരു ഡിസൈൻ ചേഞ്ച്, ഉള്ളിലത്തുള്ള മെക്കാനിക്കൽ ചേഞ്ചസ് ഒരുപാട് വരണം. ഇതിൻ്റെ ഉള്ള പാർട്ട് ഷെയറിങ് വെച്ചിട്ട് തന്നെ എനിക്കത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഷോറൂം തുടങ്ങുന്നതും നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതും. നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ സർവീസ് കിട്ടിയതുകൊണ്ട് പിന്നെ എനിക്ക് ഈ വണ്ടി എടുക്കാനുള്ള ചാൻസ് തന്നെ കൂടി വന്നു. എനിക്ക് 390യിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെടാതെ വന്നൊരു സാധനം, എൻ്റെ ലോവർ RPMസിൽ വണ്ടി ഭയങ്കരമായിട്ട് വൈബി ആയിട്ട് തോന്നുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ടും തോന്നി. ബട്ട് സ്റ്റിൽ അതൊരു നല്ല വണ്ടി തന്നെയാണ്. എപ്പോൾ ആണെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം നല്ല രസമുള്ള സസ്പെൻഷനാണ്. ഇവൻ ദോ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ല രസമുള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല റോഡിലുള്ള അൻഡുലേഷൻസും ഒരു ചെറിയൊരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സസ്പെൻഷനാണ്. റൈഡേഴ്സ് ട്രയാങ്കിൾ അടിപൊളിയാണ് ഇതിൻ്റെ. വണ്ടി ഒരു ചെറിയൊരു ഹീറ്റിംഗ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ 400cc 40 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിന് ഹീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഇനീഷ്യലി സ്റ്റോളിംഗ് ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ മൂലം അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഓരോ പാർട്സിനും. ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബജാജ് ഇവൻ ദോ ട്രയംഫായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരിതിൽ ഇറക്കിയിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ഉണ്ട്.
ഇവൻ ദോ വേറെ കുറച്ച് ഡൗൺ സൈഡ്സും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് മറ്റേ മഡ് ഗാർഡ് ഇല്ലേ, ഫ്രണ്ടിലത്തെ മഡ് ഗാർഡിൽ നിന്ന് ചളി തെറിച്ചിട്ട് മറ്റേ ഇതിലേക്ക് കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, റേഡിയേറ്റർ ഗ്രില്ല്. അത് നമ്മൾ ഒരുപാട് സെൻസേഴ്സ് ഒക്കെ ഉള്ള സാധനമാണ് ആ ഭാഗം. സോ അതിലേക്ക് ഒരുപാട് മഡ് കയറുന്നത് അത്രയ്ക്ക് ഇതല്ല. അപ്പോൾ ഞാനൊരു മഡ് ഗാർഡ് എക്സ്റ്റൻഡർ എക്സ്ട്രാ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ആക്സസറീസ് ട്രയംഫിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ ടാങ്ക് പാഡ്, ഇവിടെ ഒരു പാഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈ മഡ് ഗാർഡ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൽ ഞാൻ വെച്ചത് ആ ഫ്രണ്ട് വൈസർ, അതും എസ്തെറ്റിക്കലി ഓക്കെ ആണ്. ബട്ട് ഫംഗ്ഷനിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് 100%. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കുറേ വൈസേഴ്സ് വരും. ബെറ്റർ അല്ലാതെ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റീവ് ആവണം കമ്പനി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാവ സർപ്രൈസിംഗ്ലി ബെറ്ററാണ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ. ട്രയംഫിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഇവർ ഒരു ഓഫർ ഇറക്കി. ഓഫർ ഡിസംബർ 1 തൊട്ട് ഡിസംബർ 31 വരെ സ്ക്രാംബ്ലറിന് കുറേ പാർട്സ് ഫ്രീ ആയിട്ട് കൊടുത്തു. അത് ഇവർ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസംബറിലായിരിക്കും ഈ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. എനിക്ക് വലിയ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഞാൻ ഡെലിവറി എടുക്കാൻ ഓക്കെയാണ്. കാരണം ഞാൻ ഓൾറെഡി 1.5 months എൻ്റെ കയ്യിൽ വണ്ടി ഇല്ല. സോ ഐ എം ഓൾറെഡി അഡ്ജസ്റ്റഡ് ടു ദാറ്റ്. ഞാൻ വേറെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കാർ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. സോ ഞാൻ വാങ്ങിച്ചതിൻ്റെ അടുത്ത ദിവസം തൊട്ടാണ് ഇവരുടെ ഓഫർ റിലീസ് ചെയ്തത്. ഞാനത് ഇവരോട് ചോദിച്ചു എനിക്ക് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന്. പക്ഷേ അവർ പറഞ്ഞു ഇല്ല. പിന്നെ കാശ് മുടക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ആക്സറീസ് വെച്ചിരിക്കുന്നത്. ജാവ സെയിൽ ചെയ്തത് ഒക്ടോബർ 21 22 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 months കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വണ്ടി കിട്ടുന്നത്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്കാണ് ഈ വണ്ടി എടുത്തത്. സോ ഇപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിയത് 927 കിലോമീറ്റേഴ്സ് ഇപ്പോൾ കറക്റ്റ് ഓടിയിട്ടുണ്ട്. ഞാൻ ഈ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആക്ച്വലി ഐ എം സ്റ്റാർട്ടഡ് ലൈക്കിങ് ഇറ്റ് മോർ. വണ്ടി ഓടിച്ചിട്ട് മൊത്തത്തിൽ എനിക്കൊരു സെൻസസ് കിട്ടി വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ഇറ്റ്സ് എ ഗുഡ് ടൂറിംഗ് മെഷീൻ. ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താനുള്ള ഒരു പോസിബിലിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് പലരും ഇഷ്യൂസ് പറയുന്നുണ്ട്. ബട്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രോഗ്രസീവ്ലി ആണ് ഞാൻ ഇത് ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. സോ എനിക്കതിങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ വരുന്നില്ല. ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ചിലപ്പോൾ സിൻഡേഡിലേക്ക് മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓടിക്കട്ടെ, കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിച്ചാലേ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയേഴ്സാണ്. MRF ടയേഴ്സാണ്. MRF ഈസ് ഗുഡ് ഓൺ റോഡ്. ബട്ട് എനിക്ക് അത്രക്കൊരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടില്ല MRFിൻ്റെ. ഐ വാസ് മോർ ഇൻക്ലൈൻ ടു അപ്പോളോ. ഞാൻ ഇൻ കേസ് മാറ്റുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അപ്പോളോ കിട്ടുമോ അല്ലെങ്കിൽ മെറ്റ്സിലർ നോക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് ഇതിൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലെറ്റ് സി, എനിക്ക് കുറച്ചും കൂടി ഐഡിയ വന്നിട്ട് ഞാൻ എന്തെങ്കിലും മോഡ്സ് ചെയ്യുള്ളൂ. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പുട്ടിങ് ലോട്ട് ഓഫ് മെറ്റൽസ് ഇൻ ദ ബൈക്ക്. ആക്ച്വലി പലവരും കണ്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ മെറ്റൽസ് കയറ്റിയിട്ട് വണ്ടിയെ ബൾക്കി ആക്കുന്നതും. എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല ആക്ച്വലി. ഞാൻ ഈവൻ എൻ്റെ ബാക്കിൽ ഒരു റാക്ക്ലെസ് ആയിട്ടുള്ള ഒരു സാഡിൽ ഇത് നോക്കുന്നുണ്ട്. പക്ഷെ അത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജയന്റ് ലൂപ്പ്, മോസ്കോ മോട്ടോസ്, ടസ്ക്, അങ്ങനത്തെ കുറേ കമ്പനികളുണ്ട് ഈ റാക്ക്ലെസ് ആയിട്ട് സാഡിൽ സ്റ്റേ കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെങ്കിലും യൂറോപ്യൻ മെയ്ഡ് സാധനങ്ങളാണ്. ഇന്ത്യയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റാഗിയർ എന്ന് പറഞ്ഞൊരു കമ്പനി ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് വേറെ ഏതെങ്കിലും കമ്പനി ചെയ്യുന്നുണ്ടോ, വൈറ്ററോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഓവറോൾ ഒരു തോട്ട് വൈ ഐ ചോസ് Scrambler 400X or other competitor ആയിട്ടുള്ള ബൈക്സ്. So thanks for watching.